നമസ്കാരം. നമ്മൾ ഇന്ന് ഇവിടെ ചെയ്യാൻ പോകുന്നത് കല ടീച്ചർ പറഞ്ഞതിൻ്റെ ബാക്കി ഭാഗമാണ്. വരിക വരിക സഖിയുടെ ചന്ദ്രനെ പോലെ മുഖമുള്ള അദ്ദേഹത്തെ നീ കണ്ടോ എന്നാണ് ചോദിക്കുന്നത്. വരിക വരിക സഖി വരഗുണൻ അവനെ കണ്ടോ എന്ന ലിറിക്സിന് തന്നെ ആണ് ഈ മുദ്രകൾ നമ്മൾ ചെയ്യുന്നത്. ഇവിടെ ആദ്യം കാണിക്കുന്നത് ചന്ദ്രനെ പോലെ. അപ്പോൾ ടീച്ചർ അതിൻ്റെ എല്ലാം ചെയ്യേണ്ട വിധമെല്ലാം വളരെ വിശദമായി കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ എപ്പിസോഡിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടതിന് ശേഷം വേണം ഇത് കാണാനായിട്ട്, അപ്പോഴേ അതിൻ്റെ കണക്ഷൻ മനസ്സിലാവുള്ളൂ. അപ്പോൾ ആദ്യമേ അത് ചെയ്യേണ്ട വിധമാണ് ടീച്ചർ ഇരുന്ന് ചെയ്തതിൻ്റെ എങ്ങനെയൊക്കെ കാലുകൾ വേണം, കൈ പോകണം, ഇതെല്ലാമാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ അതിൽ ആദ്യം പറഞ്ഞത് ചന്ദ്രനെ പോലെ. അപ്പോൾ അരാള മുദ്ര പിടിച്ചിട്ട് നമ്മൾ ആദ്യത്തെ ഭാഗത്തിൽ നമ്മൾ പറഞ്ഞു നിർത്തിയത് സഖി വരഗുണൻ അവനെ ദിതിതേയ് ദിതിതേയ് തെയ്യിൽ വന്ന് നിന്നു. ദിതിതേയ് ദിതിതേയ് തെയ്ത് ഇതിന് മുമ്പുള്ള എപ്പിസോഡ് നിങ്ങളത് കാണാൻ തീർച്ചയായിട്ടും മറക്കരുത്. അതിൻ്റെ ബാക്കി ഭാഗമാണ്. അപ്പോൾ ദിതിതേയ് ദിതിതേയ് തെയ്യിൽ വന്ന് നിന്നതിന് ശേഷം അങ്ങനെ നമ്മൾ അരമണ്ഡലത്തിലാണ് വന്ന് നിൽക്കുന്നത്. പിന്നെ അങ്ങനെ തന്നെ താഴെ വരഗുണൻ അവനെ കണ്ടോ എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. ഇതാണ് നമ്മളവിടെ ചെയ്യുന്നത്. ഇനി അതെങ്ങനെ ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അരാള മുദ്ര പിടിക്കുക, അതിന് കൈ നമ്മുടെ ഈ സൈഡിലായിട്ട് ഇങ്ങനെ വെക്കുക. പിന്നെ നല്ലപോലെ അരമണ്ഡലം താന്നിരിക്കുക. താന്നിരുന്നിട്ട് ലെഫ്റ്റ് സൈഡിൽ നിന്ന് ചന്ദ്രൻ എപ്പോഴും നമ്മൾ എടുക്കുമ്പോൾ ചന്ദ്രൻ്റെ മാതിരി തന്നെ ഇപ്പം നമ്മൾ മേളിൽ കൂടെ വട്ടം എടുക്കുമ്പോൾ ഇങ്ങനെ മേളിൽ കൂടെ പോയി താഴേക്ക് വന്ന് ഇങ്ങനെയല്ലേ വട്ടം. അപ്പം ഇതേ പാറ്റേണിൽ തന്നെ നമ്മുടെ ബോഡി ഒന്ന് ചുറ്റി കൊണ്ടുവരണം നമ്മൾ. അതായത് ഇപ്പം എങ്ങനെ ഒന്ന് ചുറ്റി കൊണ്ടുവന്നതിന് ശേഷം ഇനി ഇതാണ്. അപ്പം ഇത് നല്ലപോലെ അരമണ്ഡലത്തിലോട്ട് ഇരിക്കണം. കഴുത്തിളക്കി ചന്ദ്രനെ പോലെ. നമുക്ക് ആ ഓഡിയൻസിനോടൊന്ന് അഡ്രസ്സ് ചെയ്ത് പറയുന്ന പോലെ ഇനിയത്തെ സ്റ്റെപ്പാണ്. ഇനിയത്തെ നമ്മൾ ഞങ്ങളുടെ അടവിൻ്റെ എപ്പിസോഡുകളിൽ പോയി കഴിഞ്ഞാൽ കാണാം. നമുക്ക് തകണത്തിലെ ഒരടവാണ് തെയ്താ തത്തൈ തെയ് തെയ്താം. അതാണ് ഇവിടെ എടുക്കുന്നത്. തെയ്ത തെയ് 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 താം എന്നുള്ള സ്റ്റെപ്പാണ്. അതായത് 1 2 3 4 5 6 7 8 എന്നൊരു സ്റ്റെപ്പുണ്ട്. അതാണ് ഇവിടെ നമ്മൾ എടുക്കുന്നത്. അപ്പം എങ്ങനെ വരഗുണൻ അവനെ കണ്ടോ. അത് ആ സ്നേഹത്തോടു കൂടി അവളോട് കണ്ടോ ഇങ്ങനെ ചോദിക്കുന്നത്. അപ്പോൾ ഒന്നുകൂടെ ഒന്ന് ചെയ്ത് നോക്കാം. വരിക വരിക സഖി വരഗുണൻ അവനെ കണ്ടു. ഇതാണ് ഒന്നാമത് എടുത്തത്. ഇനി താമര പോലത്തെ കണ്ണ്. അതും ടീച്ചർ വളരെ വിശദമായിട്ട് അതിൻ്റെ അകത്ത് താമര എടുക്കുന്നതിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട്. അതെങ്ങനെ എടുക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടീച്ചർ എടുത്ത പോലെ തന്നെ കാലാണ് ഞാൻ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് എങ്ങനെ ചെയ്യാമെന്നുള്ളത്. അപ്പം നമ്മൾ ആദ്യം ഈ ചന്ദ്രൻ എടുത്ത പോലെ തന്നെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് തന്നെ അപ്പം അവിടെ തന്നെ നല്ലപോലെ മുക്കാൽ ഇരിക്കുക. ഇരുന്നിട്ട് പതുക്കെ മുക്കാലിലേക്ക് മുഴുവൻ ഇരിക്കാൻ പറ്റുന്നവർ മുഴുവൻ ഇരുന്നിട്ട് എനിക്കണം. അത് പതുക്കെ ഇങ്ങനെ പതുക്കെ ഇനി പൊങ്ങ ആ വിടരുന്ന അനുസരിച്ച് ടീച്ചർ പറഞ്ഞില്ലേ. അപ്പം നമ്മൾ കണ്ണ് പതുക്കെ ചുരുക്കി ആ ഇതള് വിരിയുന്നതിനനുസരിച്ച് മുഖം ചിരിച്ച് ആ വിടർന്നു കഴിയുമ്പം മുഴുവൻ ചിരിക്കുക. അപ്പം എങ്ങനെ എടുക്കാമെന്ന് നോക്കാം. വരിക വരിക സഖി വരഗുണൻ
അവനെ. ഇനി ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുക. കണ്ടോ, ഓടിച്ചെന്ന് കെട്ടിപ്പിടിക്കുക സ്നേഹത്തോടെ. ഒന്നുകൂടെ നമ്മൾ എങ്ങനെ ചെയ്ത് താന്ന് നിന്ന്. അപ്പം എൻഡിൽ മറ്റേ ചന്ദ്രനെ കണ്ടോ എന്നുള്ള നമ്മൾ ഇങ്ങനെ നിന്നത്, കണ്ടോ എന്ന് പറഞ്ഞ് നിന്നു. ഉടനെ തന്നെ ബാക്കിൽ വെച്ച കാല് സൈഡിലോട്ട് വെച്ചിട്ട് സഖി. നീ കാല് ബാക്കിലോട്ട്. വരഗുണൻ അവനെ എന്നുള്ളതിന് അടുത്ത നെക്സ്റ്റ് കാല് ബാക്കിലോട്ട് വെച്ചിട്ട് അവനെ. നീ ഓടി ചെന്നിട്ട് കണ്ടോ, കെട്ടിപ്പിടിക്കുക. അങ്ങനെ അപ്പോൾ ഒന്നുകൂടെ സഖി വരഗുണൻ അവനെ കണ്ടോ. ഞാൻ അടുത്തത് ഇതിൻ്റെ കൂടെ തന്നെ കൂട്ടിയെടുക്കാം നമുക്ക്. കണ്ടോ എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുകയല്ലേ. ഇപ്പം നമ്മുടെ റൈറ്റ് കാല് ബാക്കിലുള്ളത്. ഇനി അങ്ങനെ തന്നെ ഇനി ആ മാല, വനമാലയല്ലേ പറഞ്ഞത്, അപ്പം പൂവും തളിരും ചേർന്ന മാല എന്നാ പറഞ്ഞത്. അപ്പം അതാ റൈറ്റ് കാല് ബാക്കിലോട്ട് തന്നെ വെച്ചിട്ട് അങ്ങനെ തന്നെ നമുക്കൊരു ദിത്തിത്തൈ അവിടെ വരും. അപ്പം ധീ തീ തൈ, ധീ തീ തൈ. ഇവിടെയൊക്കെ അടവുകൾ പഠിക്കേണ്ട വളരെയധികം പ്രാധാന്യമുണ്ട്. അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ ബാക്ക് ദിത്തിത്തൈ നമ്മൾ അടവുകളുടെ എപ്പിസോഡിൽ വരുന്നുണ്ട്. അതിൽ ദിത്തിത്തൈ ബാക്ക് ദിത്തിത്തൈ എടുക്കുന്നത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം. അങ്ങനെ ധീ തീ തൈ, ധീ തീ തൈ ഇങ്ങനെ എടുക്കണം. അപ്പം ഇവിടെ എടുക്കുമ്പോഴും അത് തന്നെ ഇങ്ങനെ പിടിച്ചിട്ട് കണ്ടോ. അപ്പൊ ആ ദിത്തിത്തൈ അതേപോലെ തന്നെ എടുക്കുന്നതാണ് ഏറ്റവും ഭംഗി. അപ്പൊ നമ്മളിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ തോഴിയെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ട് അതിന് ശേഷം ഈ ബാക്ക് ദിത്തിത്തൈ പറഞ്ഞില്ലേ അത്. അപ്പൊ അതെങ്ങനെ, അത് പൂവും തളിരുമാണ് പറഞ്ഞത്. തളിരും ചേർന്ന വനമാല ഇട്ടവൻ എന്നാണ് പറയുന്നത് അല്ലേ. അപ്പൊ അതെങ്ങനെയാ, അപ്പൊ കണ്ടു വരിക വരിക. ഇനി സഖി. അപ്പൊ ബാക്ക് ദിത്തിത്തയും ഫ്രണ്ട് ദിത്തിത്തയും. അപ്പൊ ധീ തീ തൈ, ധീ തീ തൈ. ഇനിയാ ധീ തീ തൈ, ധീ തീ തൈ കഴിഞ്ഞതിന് ശേഷം അങ്ങനെ നിന്നിട്ട് ആ വനമാല ഇങ്ങനെ ദേഹത്തോടെ ഇട്ടതിന് ശേഷം നെഞ്ചിന് നേരെ കൈ ഇങ്ങനെ കൊണ്ടുവരുന്നുണ്ട്. അവനെ കണ്ടോ എന്നാ ചോദിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് ചെയ്തോ. ഇതാണ് ആക്ച്വലി അവിടെ ചെയ്യുന്നത്. അപ്പം ഈ ദിത്തിത്തെ എടുത്തതിന് ബാക്ക് ദിത്തിത്തെ എടുത്തതിന് ശേഷം ഫ്രണ്ട് ദിത്തി ദീപ്തി തൈ, ദീപ്തി തൈ കഴിഞ്ഞിട്ട് അവിടെ നിന്നിട്ട് വരഗുണൻ അവനെ. അവനെന്ന് പറയുമ്പോഴത്തേക്ക് അവനെ ഒന്ന് ശ്വാസം മേലോട്ട് എടുത്ത് അവനെ കണ്ടോ. അത് ലൂസായിട്ട് ചോദിക്കാം. കണ്ടോ. ഒന്നുകൂടെ ആ ലാസ്റ്റത്തെ കണ്ടു വരിക വരിക സഖി വരഗുണൻ. കണ്ട വരഗുണൻ. ഇനി അവനെ അവനെ കണ്ടോ. അവനെന്ന് പറയുമ്പോൾ അവനെ കണ്ടു. ഇതിനൊന്നുമില്ല, അവിടെ തന്നെ നിന്നോണ്ടാണ് എടുക്കുന്നത് അത്രയും ഭാഗം. ഇനി തട്ടി മുന്നോട്ടേക്ക് വരിക. അപ്പം എങ്ങനെ വരും? വരിക. സ്വർണം പോലത്തെ
നിറമുള്ള, അതായത് മഞ്ഞ വസ്ത്രം ധരിച്ചവനാണ്. അപ്പോൾ ആ മഞ്ഞ വസ്ത്രം നമ്മൾ മുന്നിലേക്ക് വെറുതെ തട്ടി വരിക ചെയ്യാം. 1 2 3 4 പറഞ്ഞിട്ട്. അപ്പം വരിക, അതിനും അതെ, അത് എടുക്കുമ്പോൾ പുരികമൊക്കെ ഇളക്കി 2 സൈഡിലോട്ടും കണ്ണ് ഇങ്ങനെ, കണ്ണും കഴുത്തും വെട്ടിക്കണം. വരിക വരിക കഴിഞ്ഞതിന് ശേഷം അത് കഴിഞ്ഞാൽ ഒന്ന് ബാക്കിൽ ഇങ്ങനെ തട്ടിയിട്ട് ഇങ്ങനെ 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 പോകുന്നത്. അപ്പം ആ വസ്ത്രം എന്ന് കാണിക്കുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ പോകും, സൈഡ് ഇങ്ങനെ, കൈ സൈഡിലോട്ട്. അപ്പം വരിക വരിക സഖി, ഇങ്ങനെ നമ്മളൊന്ന് കറങ്ങുമ്പോൾ വരഗുണൻ, കാല് പുറകിൽ വന്നു. ഇനി അവനേന്ന് എടുക്കുന്നത് ടീച്ചർ 2 വിധം കാണിച്ചു തന്നിട്ടുണ്ട്. ഒന്ന് നോർമലി വെറുതെ നമുക്ക് കൈ പിടിച്ചെടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ടീച്ചർ വേറെ എണ്ണം കൂടി എടുക്കാറുണ്ട്. അത് എനിക്ക് കുറച്ചുകൂടി അതാണ് ഇഷ്ടം. ഞാനെപ്പോഴും അമ്മയോട് പറയും എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് അത് കാണാനുണ്ട്. കാരണം അവനേ എന്ന് പറഞ്ഞൊരു നോട്ടമുണ്ട്. അപ്പം ആ കൃഷ്ണൻ എടുത്തിട്ട് അവനേ, അത് കഴിഞ്ഞിട്ട് കണ്ടോ, നീ കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആ ഒരു ഉള്ളിലെ ആകാംക്ഷയും ആ ഒരു സന്തോഷം, നീ കണ്ടോ എന്ന് ചോദിക്കുക. അപ്പം അതൊന്ന് നോക്കാം. വരിക വരിക സഖി വരഗുണൻ അവനെ കണ്ടു. കണ്ട, പിടിക്കുന്നത് കട്ടായി പോയിട്ടുണ്ട്. ഇങ്ങനെ 1 2. അപ്പോൾ എങ്ങനെയാ വരുന്നതെന്നൊന്ന് ഒന്നുകൂടെ നോക്കാം. തട്ടി മുന്നോട്ടേക്ക് വന്നിട്ട് സൈഡിലോട്ട് 1 2 1 2 സ്റ്റെപ്പ്. വരിക വരിക സഖി, ഇങ്ങനെ ബാക്കിലോട്ട് പോയി. ഇനി ഒന്ന് കറങ്ങുക. ഈ ലെഫ്റ്റ് കാല് വെച്ച് ഇങ്ങനെ കറങ്ങിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് ആ വസ്ത്രത്തിൻ്റെ ഉടുത്തു. എന്നിട്ട് ഈ കാല് പതുക്കെ മുന്നോട്ടേക്ക്, ബാക്കിൽ വെച്ച കാല് മുന്നോട്ടേക്ക് വെച്ചിട്ട് അവനെ എന്നുള്ളത്. ഇനി ഒന്ന് ഫ്രണ്ടിലോട്ട് വന്ന് കണ്ടോ എടുക്കുക. ഇനി ലാസ്റ്റ് വന്നിട്ട് കാർമേഘത്തിൻ്റെ നിറമുള്ള അവനെ കണ്ടോ എന്നാ ചോദിക്കുന്നു. അതും ഈ പറഞ്ഞ പോലെ നമ്മുടെ ആദ്യം പറഞ്ഞ അടവാണ്. തെയ്താ തത്തേ തെയ്താ എന്ന് പറയുന്ന അടവില്ല, ആ അടവാണ് അവിടെ എടുക്കുന്നത്. അപ്പം എങ്ങനെ എടുക്കണേ? വരിക വരിക സഖി വരഗുണൻ അവനെ കണ്ടോ. ഇതാണ് നമ്മൾ എടുക്കുന്നത്. ഇത് കുറച്ച് പറഞ്ഞ പോലെ ടീച്ചർ പറഞ്ഞ പോലെ ഇച്ചിരി പഠിക്കാനുള്ളതാണ്. അപ്പോൾ എങ്ങനെയാ ഈ കാർമേഘം എന്നുള്ള മുദ്ര ടീച്ചർ അതിൽ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നുണ്ടല്ലോ. ഇങ്ങനെ കൊണ്ടുവന്നതിന് ശേഷം ഈ ലെഫ്റ്റ് കൈ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ കൊണ്ടുവന്നതിന് ശേഷം ഈ ലെഫ്റ്റ് കൈ താഴേക്ക് ഈ സൈഡിൽ കൊണ്ടുവരിക, താഴെ റൈറ്റ് കൈ മേളിൽ, ലെഫ്റ്റ് കൈ താഴെ. എന്നിട്ട് ഇവിടെ ഒരു ചെറിയ വട്ടം ഇങ്ങനെ കൊണ്ടുവന്നതിന് പകരം ഇങ്ങനെ കൊണ്ടുവരിക. അപ്പം ഇതിൽ ആദ്യത്തെ തെയ്താതത്തെ ഒരു തെയ്ത തെയ് 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 ത, പിന്നെ കൈ താഴേക്ക് തെയ്ത തെയ് 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 താം കഴിഞ്ഞതിന് ശേഷം ഒന്നുകൂടെ വരിക വരിക സഖി വരഗുണൻ എന്നുള്ളതിന് അദ്ദേഹം കാണിക്കുക. വരഗുണൻ തെയ് ദിത്തി തെയ് തെയ് ദിത്തി തെയ് തെയ് ദിത്തി തെയ്. അവിടെ നല്ലപോലെ താന്ന് നിൽക്കുക. ഇത്രയാണ് നമുക്ക് ഈ എപ്പിസോഡിലുള്ള ടീച്ചർ പറഞ്ഞ അത്രയും നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത എപ്പിസോഡിൽ ഇതിൻ്റെ ബാക്കി ഭാഗങ്ങളായിട്ട് ടീച്ചർ എക്സ്പ്ലനേഷനായിട്ട് വരും. അതിൻ്റെ ചുവടുകൾ എങ്ങനെയാണ് ചെയ്യണമെന്ന് നമുക്ക് കാണാം. അപ്പോൾ അതിനു മുമ്പ് ഇത്രയും ഒന്ന് ചേർത്ത് ഞാനൊന്ന് ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, 3 സഖി വരഗുണൻ അവനെ കണ്ടു. വരിക വരിക സഖി വരഗുണൻ അവനെ കണ്ടു.
വരിക വരിക സഖി വരഗുണൻ വരേ കണ്ടു വരിക വരിക സഖി വരഗുണൻ അവനെ കണ്ടു വരിക വരിക സഖി വരഗുണൻ അവനെ കണ്ടു. ഇനി അടുത്ത എപ്പിസോഡിൽ ഇതിൻ്റെ ബാക്കി ഭാഗവുമായിട്ട് നമുക്ക് കാണാം. എല്ലാവർക്കും നമസ്കാരം.